ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യൽ ഇഡി ആസ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മദ്യനയ അഴിമതിയുടെ തലച്ചോർ അരവിന്ദ് കെജ്രിവാൾ ആണെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം കെജ്രിവാളിനെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിനെതിരായ ഹർജി സുപ്രീം കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കെജ്രിവാൾ അറസ്റ്റിലായതോടെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതിയ ആൾ എത്തുമോ എന്ന ചർച്ചയും ഇപ്പോൾ സജീവമാണ്. വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നു ദില്ലിയിൽ നിന്നും. ഗുഡ് മോർണിംഗ് ബാലഗോപാൽ. ഈ കെജ്രിവാൾ വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഹർജി ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമായ ഒരു ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. കാരണം ഇന്നലെ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാൾ ഈ അറസ്റ്റിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കാനുള്ള സാധ്യതയാണുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇന്നലെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ നമുക്ക് ഈ പിന്നിൽ കാണുന്ന ഡൽഹിയിലെ ഇ ഡി ആസ്ഥാനത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ 2 ലോക്കപ്പ് മുറികളാണുള്ളത്. ഈ 2 ലോക്കപ്പ് മുറികളിൽ ഒരു ലോക്കപ്പ് മുറിയിലാണ് നിലവിൽ അരവിന്ദ് കെജ്രിവാളിനെ പാർപ്പിച്ചിരിക്കുന്നത്. ഇ ഡി അഡീഷണൽ ഡയറക്ടർ കപിൽ റായി ആണ് ഈ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം നടത്തുന്നത്. കപിൽ റായി ഇന്നലെ രാത്രി വൈകുവോളം തന്നെ ഇ ഡി ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഇ ഡി ആസ്ഥാനത്തിനൊക്കെ മുന്നിൽ വലിയ പോലീസ് സന്നാഹവും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ കാര്യമായ ചോദ്യം ചെയ്യൽ ഈ അരവിന്ദ് കെജ്രിവാളിന് ഉണ്ടായിട്ടില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് രാവിലെ സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. പക്ഷേ ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷം അഡീഷണൽ ഡയറക്ടർ കപിൽ റായ് ഇവിടെ എത്തുകയും അരവിന്ദ് കെജ്രിവാളിനെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഉച്ചയ്ക്ക് ശേഷം അരവിന്ദ് കെജ്രിവാളിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കും. കാരണം കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഈ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതായുണ്ട്. RML ഡോക്ടർമാർ ഈ ഇ ഡി ആസ്ഥാനത്ത് എത്തി അദ്ദേഹത്തെ വൈദ്യ പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷമായിരിക്കും ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഇ ഡി അദ്ദേഹത്തെ ഹാജരാക്കുകയും തുടർന്ന് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. കസ്റ്റഡിയിൽ വേണമെന്ന് പറയാൻ ഇ ഡി പറയുന്ന പ്രധാനപ്പെട്ട കാരണം ഈ വിശദമായ ചോദ്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനു പുറമെ ഈ കേസിൽ നിലവിൽ അറസ്റ്റിലായ കവിത ഉൾപ്പെടെ ഉള്ളവരുമായി ഇരുത്തി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചുരുങ്ങിയത് 7 ദിവസത്തെ കസ്റ്റഡിയെങ്കിലും ഇ ഡി ആവശ്യപ്പെടാനാണ് സാധ്യത. അതൊക്കെയാണ് ഇന്ന് ഇ ഡി ആസ്ഥാനത്ത് മുന്നിൽ അല്ലെങ്കിൽ ഇ ഡിയിൽ നടക്കാനുള്ള കാര്യം. സുപ്രീം കോടതിയിലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്നലെ തന്നെ ഈ ഹർജി കേൾക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകരും മറ്റും സുപ്രീം കോടതി രജിസ്ട്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ ആവശ്യം ഇന്നലെ കോടതി അംഗീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചോ അതല്ല എങ്കിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചോ ഈ കേസ് പരിഗണിക്കാനാണ് സാധ്യത. കാരണം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കേസുകൾ നേരത്തെ പരിഗണിച്ചിട്ടിരുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ്. അതുകൊണ്ട് ഈ 2 ബെഞ്ചുകളിൽ ഏതെങ്കിലും ഒന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഹർജി ഇന്ന് പരിഗണിക്കാനാണ് സാധ്യത. അതിൽ കോടതി എടുക്കുന്ന നിലപാട് വളരെ നിർണായകമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം ശക്തമായി എതിർക്കുവാൻ വേണ്ടി ഇ ഡിയും തീരുമാനിച്ചിട്ടുണ്ട്. അഡീഷണൽ ഡയറക്ടർ കപിൽ റായ് ഇന്നലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമായി കൂടി നേരിട്ട് അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ വേണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യം അംഗീകരിക്കരുത് എന്നതിനെ സംബന്ധിച്ച വിശദമായ ഒരു നോട്ട് തന്നെ സോളിസിറ്റർ ജനറലിന് ഇ ഡി കൈമാറിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ് ഈ ഡൽഹി മദ്യനയ കേസിലെ കിങ് പിൻ അഥവാ അദ്ദേഹത്തിന്റെ മാസ്റ്റർ ബ്രെയിനിലാണ് ഈ ഗൂഢാലോചനയും മറ്റും നടന്നത്. അദ്ദേഹം നിരന്തരം ഈ അന്വേഷണവുമായി നിസ്സഹകരിച്ചു. അദ്ദേഹം ഈ വാറന്റ് സമൻസുകൾ അനുസരിച്ചിരുന്നില്ല തുടങ്ങിയ ആ കാരണങ്ങളൊക്കെ തന്നെ ഇന്ന് സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കാനാണ് സാധ്യത. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ദിവസമാണ് ഇന്ന്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവ് ഉണ്ടായില്ല എങ്കിൽ അടുത്ത കുറച്ച് ദിവസമെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് എനിക്ക് ഈ പിന്നിൽ കാണുന്ന ഇ ഡി ആസ്ഥാനത്തിലെ ലോക്കപ്പിൽ കഴിയേണ്ടി വരുമെന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. മോത്തി.